തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെന്ന് സൂചന. ഇതുവരെ സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഷവീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു. ഷവീദ്, ഇയാൾ എവിടെയാണ് എന്ന് വല്ല പിടിയും പോലീസിന് കിട്ടിയോ? ഇയാളിലേക്ക് അന്വേഷണത്തിന്റെ സൂചിമുന കുന്തമുന എത്താൻ കാരണം എന്താണ്? പോലീസിന്റെ കൺവെട്ട് തന്നെ ഇയാളുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് IT ജീവനക്കാരിയായ 25 വയസ്സുകാരിയെ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമം നടന്നത്. കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപത്തെ ഹോസ്റ്റൽ മുറിയിലായിരുന്നു ഈ സംഭവം. അതിക്രമിച്ചു കയറിയ അജ്ഞാതൻ ഉപദ്രവിക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്നാണ് കഴക്കൂട്ടം SP നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. വളരെ ഗൗരവത്തിൽ പോലീസ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ആളുകളുള്ളൊരു സ്ഥലത്ത് കയറി ഇങ്ങനെ ഒരു അതിക്രമം സംഭവം നടത്തിയത് പോലീസ് ഗൗരവമായി എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് കഴക്കൂട്ടം ACP നേതൃത്വത്തിൽ 50-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘം ഈ പ്രതിക്കായി തിരച്ചിൽ നടത്തിയത്. ഈ സംഭവം നടന്ന ഹോസ്റ്റലിൽ CCTV ഉണ്ടായിരുന്നില്ല. എന്നാൽ സമീപ പ്രദേശത്തെ CCTVകൾ പരിശോധിച്ചതിൽ നിന്ന് ഈ പ്രതിയെക്കുറിച്ചിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു. ഇയാൾ മലയാളിയല്ല, മറിച്ച് ഒരു അന്യസംസ്ഥാനക്കാരനാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. ഇയാളെക്കുറിച്ച് കൃത്യമായ ചില വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇയാൾ കസ്റ്റഡിയിലാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പോലീസിന് ലഭിച്ചിരുന്നു. ആ ഒരു സംഭവത്തിലും പോലീസ് ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡാൻസപ്പ്, അതേപോലെ തന്നെ സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവയെ ചേർത്തുകൊണ്ട് കഴക്കൂട്ടം ACP നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏതാണ്ട് 50-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഈ പ്രതിക്കായി തിരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.